സ്വസ്ഥരായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. ഒരു കസ്റ്റമർ ഇത് കേക്ക് എന്റെ ജമ്മു. അവൻ കല്യാണം കഴിച്ചിട്ടില്ല. എടാ അപ്പൂപ്പ വന്ന കസ്റ്റമർ ഇല്ലേ എന്റെ ജമ്മു കേക്ക്. ഇത് കേക്ക് നല്ല ചെക്കട്ടെ ജമ്മു 32 വയസ്സ്. അവൻ വന്നു. എന്നിട്ട് അവൻ വന്ന് കുറെ നേരൊക്കെ ഇരുന്നു. കാശ് വന്നതേ എന്റെ കാശ് ഇതായിരിക്കും. പണം എനിക്കൊരു പ്രശ്നമല്ല. തുടക്കത്തിൽ തന്നെ അവൻ കാശൊക്കെ തന്നു. ഓക്കെ എനിക്കൊന്നും ചെയ്യേണ്ട വന്നില്ല. ഞാൻ വിചാരിച്ച പോലല്ല. അങ്ങനെ അവൻ പാന്റ് ഊരി, ഷർട്ട് ഊരി, ഷൂ ഊരി, സോക്സ് ഊരി. ദൈവമേ ഇവിടുന്ന് നാശമാക്കും. അപ്പൊ ഞാനൊന്നും ഊരിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നീ നിക്കറും കൂടി ഊരിക്കോളാൻ പറഞ്ഞു. എനിക്ക് നാണാവുക. ചേട്ടാ നിക്കർ ഊരും. ഞാൻ നല്ല പെരുത്തിരിക്കല്ലേ സംഭവം. എന്റെ കയ്യിൽ എങ്ങനെ ആയിരിക്കണം മിനിമം ഒരു 500 ഡൈവോഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം പെറ്റണിട്ടേ ഒരു ബീർ അടിച്ചിരിക്കല്ലേ. പിന്നെ ഞാൻ നല്ല മൂഡിലാവൂലേ. ഇവള് പറഞ്ഞതിലും കാര്യമുണ്ട്. പെണ്ണിന്റെ മനസ്സ് പെണ്ണിനല്ലേ അറിയാവൂ. അപ്പം കിടന്നു കഴിഞ്ഞപ്പോ ഇവനോട് ഞാൻ പറഞ്ഞു നിക്കർ ഊരാൻ. എന്റെ മോനെ കണ്ടിട്ട് നാണിപ്പോനാന്ന് തോന്നണു. എടാ ത്രോണ്ടടാ ഏതാണ്ട് അവിടുന്ന് തൊട്ട് ദിപിടം വരെ നീളം. എന്റെ അപ്പൂ ത്രോണ്ട് വണ്ണം. ദീ കനം പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല. അതിനിപ്പോ ഒരേച്ചി ഇത്ര വണ്ണോ ഇത്ര നീളം നിക്കർ ഊരിപ്പേക്കും. എനിക്കെന്തോ പോലെ. ചേച്ചി എന്താ ഡ്രസ്സ് മറത്തെ? ഞാൻ പറഞ്ഞു അത് മോടാകുമ്പോ എന്റെ മറപ്പനോട് വയ്ക്കണേ. ചേച്ചി ഞാൻ ഫോർപ്ലേ ചെയ്തോട്ടെ. ഷോ കുറെ നാളെ സുഖിച്ചിട്ട് 9 ദിവസമായില്ല കസ്റ്റമർ എടുത്തിട്ട്. ഞാൻ ഇന്ന് സുഖിച്ചോന്ന് ചോദിച്ചാ ചുമ്മാ ചെറുതായിട്ട്. വലുതായിട്ട് ഞാൻ സമ്മതിച്ചില്ല. എനിക്ക് അതിന് വേറെ ആളുണ്ട്. എന്താ ആ പ്രതീക്ഷയും തകർന്നു.